ഹായ് ഹലോ, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ്, കൂടെ ചായ ഉണ്ട്. അപ്പം നമ്മൾ രാവിലെ കാപ്പി കുടിക്കുവാണ്. ജിത്തൂട്ടനും കൊടുത്തു, ബാക്കി എല്ലാം കഴിച്ചിട്ട് ഞാൻ ലാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഒരു 5 ദിവസം നമുക്ക് വീട്ടിൽ വെജിറ്റബിളാണ് കേട്ടോ. മീനൊന്നും മേടിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ശൈശൻ്റെ കുടുംബക്കോവിൽ, തമിഴ്നാട്ടിലുള്ള കുടുംബക്കോവിലിൽ ഉത്സവം തുടങ്ങി കേട്ടോ. തിരുവിള എന്ന് പറയുന്നത് കോവിൽ തിരുവിള തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു 5 ദിവസത്തേക്ക് മത്സ്യവും മാംസവും ഒന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നമ്മൾ അടുക്കള ഇറങ്ങുന്ന മാവിലെ മാങ്ങ എല്ലാം പഴുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും വീട്ടിൽ കാറ്റടിക്കുമ്പോൾ മാങ്ങയൊക്കെ ഒന്ന് വീഴാറുണ്ട്. അങ്ങനെ ഞാൻ ചിലപ്പോൾ സമയം കിട്ടുമ്പോഴേക്കിരുന്ന് പുളി കഴിക്കും കേട്ടോ. അപ്പോൾ ദേ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരു കാറ്റ് വന്നു. കാറ്റത്ത് നോക്കുമ്പോൾ ചറ പറയാൻ മാങ്ങകൾ വീണു കേട്ടോ. അപ്പോൾ ദേ നല്ലോണം അങ്ങോട്ട് നാടുന്നുണ്ടോ, എല്ലാം ഉയർത്തി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ 1-2 മാങ്ങ വീണപ്പോഴേ വീഡിയോ പിടിച്ചോളൂ. പിന്നെ അതിന് ശേഷം പിന്നെ വന്ന് വീണു കേട്ടോ മാങ്ങ. അപ്പോഴൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല. അങ്ങനെ ഞാൻ അത് മാങ്ങ എടുത്ത് അകത്തുകൊണ്ട് പോകാൻ പോവാണ്. ഇനി നമുക്ക് മലക്കറി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കറി വെക്കാനായിട്ട്. ഇതേ 2 വഴുതനങ്ങ ഒരു കത്രിക്കയും കിട്ടി. അപ്പം എനിക്ക് ഇത് വെച്ചിട്ട് ഒരു തീയലും വെക്കണം, ഒരു മെഴുക്കുവരട്ടിയും വെക്കണം കേട്ടോ. അങ്ങനെ ഞാൻ തീയലിന് വേണ്ടി തേങ്ങ തിരുവാണ്. തേങ്ങ വറുത്തരച്ചാണ് തീയൽ വെക്കുന്നത് കേട്ടോ. വഴുതനങ്ങ തീയൽ നല്ല എന്താ പറയുക, ശൈശന് നല്ല ഇഷ്ടമാണ് വഴുതനങ്ങ തീയൽ. അപ്പോൾ മീനൊക്കെ കിട്ടാത്ത ദിവസം നമുക്ക് എത്ര കറി വെച്ചാലും തികയില്ല കേട്ടോ. അപ്പോൾ തീയലിനിടാനായിട്ട് 2 ഉള്ളിയും തക്കാളിയും പിന്നെ മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുക് വറുത്ത് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് വഴുതനങ്ങയൊക്കെ നല്ല വാടി അതിലേക്ക് തക്കാളി ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച അരപ്പും ചേർത്ത് പുളിവെള്ളം ചേർത്തിട്ട് എടുക്കുവാണ്. മുരിങ്ങക്കൊക്കെ ഞാൻ തീയലിടാറുണ്ട് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇടും കേട്ടോ. അപ്പോൾ തീയലിലിട്ട മുരിങ്ങക്കൊക്കെ തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ മുരിങ്ങക്ക തീയലിടുമോയെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ, എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേ എല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്കും കറിവേപ്പിലും ചേർത്ത് എടുത്തു. അപ്പോൾ അടിപൊളി തീയലാണ്. പിന്നെ ഒരു കത്രിക ഇടുന്നത് മെഴുക്ക് വരട്ടി, ഉള്ളിയൊക്കെ കീറിയിട്ടിട്ട് മസാലയൊക്കെ ചേർത്ത് മെഴുക്ക് വരട്ടി. ഒരു കത്രിക തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ, എനിക്ക് സൈഷേട്ടിന് മാത്രമേ മതിയല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതേ ഞാൻ ഡെയിലിയുള്ള തുടപ്പ് തറ തുടയ്ക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ ജിത്തുക്കുട്ട ഇഴയുന്ന സമയമാണ് കേട്ടോ, 9 മാസം കഴിഞ്ഞു. അപ്പോൾ ആളെല്ലായിടത്തും ഇഴഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ തറയൊക്കെ തുടയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കൈ കിട്ടുന്ന എല്ലായിടത്തും വായിലിടും. അങ്ങനെ അത് കഴിഞ്ഞ് പോയി കുളിച്ചപ്പോഴത്തേക്കും ജിത്തുട്ട് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഉണർന്നു. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. കളിപ്പിച്ചിട്ട് ഇതേ ചിത്രത്തിനുള്ളൊരു പരിപാടിയാണ്. റൂമിൽ കയറിയിട്ട് ജനലിൽ കൂടെ വെളിയിൽ നോക്കിയിട്ട് ആരും കാണുവാണെങ്കിൽ കിടന്ന് സൗണ്ട് പോകും. അപ്പോഴേക്ക് സൈഷേട്ടൻ്റെ മൂത്ത അഭിനവിനെയും കൊണ്ടിട്ട് കോവിലിൽ പോയി മാലയൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി മുതൽ അഭിനവതേ സ്വാമിയാണ്, 5 ദിവസത്തേക്ക് വ്രതമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. താങ്ക് യു.